പത്തിരി ഉണ്ടാക്കി എടുക്കാനായിട്ട് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഇത് 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് വേണം. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് വേണം. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആദ്യം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് അളന്ന് വെച്ചിരിക്കുന്ന 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിന്റെ അകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നത് വരെ ഒന്ന് മൂടി വെക്കാം. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇടുമ്പോൾ ഒരിക്കലും നമ്മൾ നേരെ അങ്ങ് കുത്തിയിടരുത്. നമ്മൾ പതുക്കെ ഇങ്ങനെ തൂകി തൂകി വെള്ളത്തിന്റെ മേളിൽ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെ മാത്രമേ അരിപ്പൊടി ഇട്ട് കൊടുക്കാവൂ. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഇങ്ങനെ 1-2 സ്ഥലം നമ്മളിങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. ഇതുണ്ട്. അപ്പൊ ആ അടിയിൽ നിന്ന് വെള്ളം നന്നായിട്ട് മുകളിലോട്ട് കയറി വന്ന് പൊടി നന്നായിട്ട് വേകും. ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊരു 2 മിനിറ്റ് വേവിക്കാം. ഇപ്പൊ ഇതൊരു 2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് തുറന്ന് ഇനി ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ വെട്ടി 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 എല്ലാം ആ വെള്ളവുമായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഈ സമയം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇവിടെ നമ്മുടെ പത്തിരിയുടെ പൊടി നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വീണ്ടും ഇതൊരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഈ പൊടി ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം വേണം നമുക്ക് എടുത്തത് കുഴച്ച് ഉണ്ടായിട്ട് പത്തിരി ഉണ്ടാക്കാനായിട്ട്. എടുത്ത് അരിപ്പൊടി വാട്ടി എടുത്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിതിനെ കുഴച്ചെടുക്കാം. നല്ല ചൂടോട് കൂടി തന്നെ വേണം പത്തിരിയുടെ പൊടി നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പൊടി ഒരു പരന്ന സാലായിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളൊരു 1/2 കപ്പ് വെള്ളം എടുത്ത് നമ്മൾ ഈ പൊടി വാട്ടിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കണം. പൊടി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ആ വെള്ളം തൊട്ട് വേണം ഈ പൊടി കുഴയ്ക്കാനായിട്ട്. വെക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഇതിൽ നിന്നും കുറച്ച് വെള്ളം കയ്യിലോട്ടൊന്ന് എടുത്തിട്ട് വീണ്ടും ഇത് ഇപ്പൊ ഇവിടെ ഞാനിതൊരു 8 മിനിറ്റോളം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് കണ്ടോ, ഇങ്ങനെ നമ്മൾ കൈ കുത്തുമ്പോൾ ഇങ്ങനെ ഇത്ര സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിടാം. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് എടുക്കാം. എടുത്തിട്ട് അത് നമുക്കൊന്നിങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യും. എന്നിട്ട് അതിൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കണം. ഇതുണ്ടോ, ഒരു പത്തിരിയുടെ വലിപ്പത്തിലുള്ള ഇതുപോലെ ഈ മുഴുവൻ പൊടിയും നമുക്ക് ഇതുപോലെ ഉണ്ടകളാക്കി മാറ്റി വെക്കാം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ പരുത്തിയെടുക്കാമെന്ന് നോക്കാം. പരുത്തുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പരക വേണം. അത് റോൾ ചെയ്യുന്ന ഒരു കുഴൽ വേണം. പിന്നെ ഒരു 1/2 കപ്പോളം അരിപ്പൊടി, നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിച്ച വറുത്ത അരിപ്പൊടി തന്നെയാണിത്, അത് ആവശ്യമുണ്ട്. പിന്നെ ഞാനൊരു പ്രസ് പാൻ്റെ അകത്ത് ആദ്യം ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് പൊടിയിൽ മുക്കി ഇത് പരത്തുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ ഇട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് നല്ല ഈസി ആയിട്ട് നമുക്കിപ്പോൾ പത്തിരി പരത്തി കറക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടി. പിന്നെ വളരെ കുറച്ച് പൊടിയേ അപ്പം പ്രസ് ചെയ്യുന്ന പത്തിരിയുടെ അതേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ചുട്ടെടുക്കുമ്പോഴും ഒരുപാട് പൊടി പാത്രത്തിൽ വീണ് കരിയാതിരിക്കാനൊക്കെ സാധിക്കും. ആദ്യം നമുക്കൊരു ഉണ്ട എടുത്ത് നമുക്ക് ഇതിന്റെ അകത്തോട്ട് വെക്കാം. എന്നിട്ട് നമുക്കിത് മൂടി തന്നെ വെക്കണം. അന്നേരം അല്ലെങ്കിൽ അതങ്ങോട്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പൊ ഇങ്ങനെ ഇത് മൂടി വെച്ച് ഇതിന്റെ അകത്ത് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ അതെടുക്കുക. ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അകത്ത് ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചേക്കുന്നതാണ്, നമുക്ക് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഈ പൊടിയിൽ 2 വശം ഒന്ന് മുക്കിയെടുക്കുക. ഒരു ശകലം പൊടി എടുത്തിട്ട് ഈ പേപ്പറിന്റെ അടിയിലൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈസി ആയിട്ട് ഇത് കറക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ആക്കുന്ന ഒപ്പം തന്നെ ഇത് തിരിച്ച് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ആദ്യം ഒരു തവണ പൊടിയിൽ മുക്കിയതേ ഉള്ളൂ. ഒത്തിരി ഇങ്ങനെ നല്ല നൈസായിട്ട് പരുത്തി നമ്മളിപ്പോ എടുത്ത് കണ്ടോ, വളരെ നൈസായിട്ടാണ്. എന്താ കൈ നമ്മുടെ അടിയിൽ ഇങ്ങനെ കാണും. ഒരെണ്ണം കൂടി ഇതുപോലെ നമുക്ക് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പിന്നെ മൊത്തം ആക്കിയതിനു ശേഷം ചുടുന്ന സമയമാകുമ്പോൾ ഞാൻ കാണിക്കാം. ഇതുണ്ട്. അതുപോലെ നമുക്ക് ഈ പേപ്പറിന്റെ മുകളിൽ വെച്ചാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കത്തി കത്തി എടുക്കാനും പറ്റും. പിന്നെ നമുക്ക് ഒരു പൊടിയിലേക്ക് മുത്തേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ ഒരിക്കലും ഒട്ടും ബലം കൊടുക്കരുത്. ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ മേളിൽ കൂടി ഒന്ന് ഉരുട്ടി 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 കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അന്നേരം തന്നെ അത് നന്നായിട്ട് വട്ടം ഇങ്ങനെ ആയി വന്നോളും. ഇതുണ്ട. ഇതുപോലെ നമുക്ക് ബാക്കി മുഴുവനും പരുത്തിയെടുക്കാം. ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് ഗ്യാസിൽ വെക്കാം. എന്നിട്ട് ഓണാക്കാം.
ഇവിടെ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കണ്ട് ഇതിന്റെ മെഴുകിൽ ആവി വരുന്നത്. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ പത്തിരി ചുടാനായിട്ട് ഇടാവുള്ളൂ. അത് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചതിന് ശേഷവും നമ്മൾ ഇതിൽ കുറവൊന്നും ചെയ്യരുത്. ഇത് കണ്ടോ, ഇതിന്റെ അരികിൽ കൂടി ഇങ്ങനെ ഒരു ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇട്ട ഉടനെ തന്നെ വരും. ആ സമയത്ത് നമ്മൾ ഇതിനെ പതുക്കെ സൂക്ഷിച്ച് മറിച്ചിടണം. മറിച്ചിട്ട് കഴിഞ്ഞ് ഇനി നമ്മളത് വെയിറ്റ് ചെയ്യണം. നമ്മൾ കുറവൊന്നും ചെയ്യരുത്. അതങ്ങനെ ഒരു മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും. നമ്മൾ കൂടുതൽ അതിലിട്ട് പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് കൊമളച്ച് നമുക്ക് കിട്ടുകയില്ല. നമ്മൾ മറിച്ച് ജസ്റ്റ് ഇടുക, എന്നിട്ട് അത് വെയിറ്റ് ചെയ്യുക. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. ഇത് ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങിയേക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഈ സമയത്ത് നമുക്കിതിനെ വീണ്ടും ഒന്ന് മറിച്ചിടണം. എന്നിട്ട് നമ്മൾ പതുക്കെ ഈ തട്ട് ഒന്ന് അമർത്തരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഒറ്റ കമ്പനിയായിട്ട് ഇത് പൊങ്ങി കിട്ടുന്നുണ്ടോ. ഇനി ഇത് എടുക്കണം. ഇതുപോലെ കംപ്ലീറ്റ് ചുറ്റ് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം. ഒരെണ്ണം എടുത്തു കഴിയുമ്പോൾ ഈ ഉണ്ടെങ്കിൽ ആ പൊടി ഒന്ന് പൂത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്തിട്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ പഴുത്തിലൊക്കെ പത്തിരി ചക്ര എല്ലാം ഇത് ലാസ്റ്റ് ആണ്. അപ്പൊ ഇതും കൂടി ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂടി നമുക്ക് ചുട്ടെടുക്കുന്നത് നോക്കാം. അതേപോലെ തന്നെ ചുട്ടെടുക്കുന്നത് ഇതുപോലെ ഒരു പേപ്പർ ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ നിരത്തി ഇടേണ്ടത്. അല്ലെങ്കിൽ അത് ഈർപ്പം അതിന്റെ ആവി വെള്ളം വീണിതാകും. അപ്പൊ ആ പേപ്പറിലോട്ട് വേണം നിരത്തി ഇടാൻ. അത് കഴിയുന്ന ന്യൂസ് പേപ്പർ എടുക്കാതിരിക്കുക. അതേലെ ആ കാർബണിന്റെ ഒക്കെ ഇതുള്ളത് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ വെറുതെ ഒരു കാർഡ് പേപ്പറോ എന്തെങ്കിലും ഒന്നും എഴുത്തൊന്നും ഇല്ലാത്ത ഒരു പേപ്പർ ആകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നിരത്തി ഇട്ടത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം വേണം ഈ പത്തിരി അടുക്കിയെടുത്ത് വെക്കാനായിട്ട്. ഇതിപ്പോ ലാസ്റ്റത്തെ ഒരു പത്തിരിയാണ്. ഇത് വേണ്ട ബബിൾസ് വരാൻ തുടങ്ങി. ഇനി ഇപ്പൊ നമുക്ക് ഇതിനെ മറക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്താ ഒറ്റ കൊമ്പളയായിട്ട് ഇത് ഉയർത്തി നിൽക്കുന്നുണ്ട. ഇപ്പൊ ഇവിടെ നമ്മൾ പരുത്തി വെച്ച പത്തിരി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല നൈസ് ആയിട്ടുള്ള നല്ല പത്തിരി തന്നെ നമുക്ക് കിട്ടി. ഒന്നും ഒരു കളർ പോലും മാറാതെ നല്ല ഇത് കണ്ടോ. ഇത് തണുത്തതിന് ശേഷം നമ്മളിങ്ങനെ അടുക്കി നമുക്ക് വെക്കാം. എന്നിട്ട് നമ്മളത് ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ ഏതിന്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാൻ വളരെ സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.